എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9th NCERT സ്പർശ് എന്ന ബുക്കിലെ കാവ്യഖണ്ഡിലെ 11ാമത്തെ ചാപ്റ്ററായ ഗീത് അഗീതാണ്. ഇത് എഴുതിയിരിക്കുന്നത് രാമധാരി ദിനകറാണ്. ചാപ്റ്ററിൻ്റെ പേര് ഗീത് അഗീത്. ഇതിൽ അദ്ദേഹം പ്രകൃതി ഭംഗിയെക്കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ പ്രകൃതിയിലുള്ള ജീവജന്തുക്കളെക്കുറിച്ചും അവരുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഗാക്കർ ഗീത് വിരഹ് കെ തടനി വേഗവതി ബഹത്തി ജാത്തി ഹേ दिल हल्का कर लेने को उपलोम से कुछ कहती जाती है तड़ पर एक गुलाब सोचता देते सुर यदि मुझे विदादा अपने पतझर के अपनों के सपनों का मैं भी जग को गीत सुनाता गा गा कर वह रही निर्जरी പാടൽ മൂഗ് ഗഡ തടുപ്പർ ഹേ ഗീത് അഗീത് കോൺ സുന്ദർ ഹേ. അപ്പോൾ കവി ഇവിടെ പറയുന്നതാണ് ഗീത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങൾ ശബ്ദങ്ങളായിട്ട് പുറത്തു വരുന്നതിനെയാണ് ഗീതം എന്ന് പറയുന്നത്. പാട്ട് പാടുന്നതിനെ ശബ്ദങ്ങളായിട്ട് പുറത്തു വരുമ്പോൾ അത് പാട്ടാവും. ഇനി അഗീതം എന്താണ്? ശബ്ദങ്ങളില്ലാതെ നമ്മുടെ മനസ്സിൻ്റെ വികാരങ്ങളെയാണ് ഇവിടെ കവി അഗീതം എന്ന് പറയുന്നത്. അതായത് പുറത്തേക്ക് വരാത്ത ശബ്ദങ്ങളില്ലാത്തതിനെയാണ് അഗീതം എന്ന് പറയുന്നത്. അപ്പോൾ ഗീത് അഗീത് കോൺ സുന്ദർ ഹേ, ശബ്ദങ്ങളായി പുറത്തു വരുന്ന പാട്ടാണോ അല്ലെങ്കിൽ മനസ്സിലുള്ള ആ ശബ്ദങ്ങളില്ലാത്ത പാട്ടാണോ സുന്ദരമെന്നാണ് ആര് ചോദിക്കുന്നത്? ലേഖകനോട്, കവിയുടെ ചോദിക്കുന്നത്. ഗാക്കർ ഗീത് വിരഹ്ക്ക് തടനി. തടനി എന്ന് പറഞ്ഞാൽ എന്താണ്? നദിയുടെ തീരങ്ങൾ. വിരഹം എന്ന് പറഞ്ഞാൽ വിരഹം, നഷ്ടപ്പെടുക. വേഗവതി ബഹത്തി ജാതി, വളരെ വേഗവതി എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിൽ. ബഹത്തി ജാന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴുകിപ്പോവുക. എങ്ങനെ? ദിൽ ഹൽക്ക കർ ലേനേക്കോ. ദിൽ എന്ന് പറഞ്ഞാൽ മനസ്സ്, ഹൽക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ശാന്തമാക്കുക, സോഫ്റ്റ് ആക്കുക. ഉപലോംസെ, ഉപൽ എന്ന് പറഞ്ഞാലും എന്താണ്? തീരത്തെയാണ് ഉപൽ എന്ന് പറയുന്നത്. തീരം, നദീ തീരങ്ങൾ. കിനാരോംസെ എന്നുള്ള മീനിങ് ഉണ്ട്. അപ്പോൾ ഉപലോംസി കുച്ച് കാത്തി ജാത്തി ഹെ, തീരത്തുള്ളവരോട്, തീരത്ത് നിൽക്കുന്ന, പുഴയുടെ തീരത്ത് നിൽക്കുന്ന ആരോടൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് ആര് ഒഴുകിപ്പോകുന്നത്? ഈ നദി ഒഴുകിപ്പോകുന്നത്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? വിരഹ്, നദിയുടെ ആരോ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നദിയിൽ നിന്നും ആരോ നദിയെ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ ആ ഒരു ദുഃഖം കുറയ്ക്കുന്നതിന് വേണ്ടി പുഴയുടെ തീരത്ത് നിൽക്കുന്ന ആരുടെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് വളരെ സ്പീഡിൽ ഇങ്ങനെ ഒഴുകിപ്പോകുന്നതെന്നാണ് ലേഖകനൂടെ പറയുന്നത്. തടുപ്പറേ ഗുലാബ് സോസ്ത, അപ്പോൾ നദിയുടെ തീരത്തൊരു റോസപ്പൂ നിൽക്കുന്നുണ്ട്. ദേത്തേ സ്വറിയതി മുജേ വിദാത, ഇതെല്ലാം കേട്ടുകൊണ്ട് റോസപ്പൂ എന്താണ് പറയുന്നത്? വിദാത എന്ന് പറഞ്ഞാൽ ഈശ്വരം, എനിക്കും സൗണ്ട് തന്നിരുന്നെങ്കിൽ അപ്പനെ പതച്ചർക്കെ സ്വപ്നമൊക്കെ, എൻ്റെ പതച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ മേ ബി ജഗക്കോ ഗീത് സുനാത്ത, പാട്ടായിട്ട് ഞാൻ ഈ ലോകത്തെ കേൾപ്പിച്ചേനെ. ജഗ് എന്ന് പറഞ്ഞാൽ ലോകം. ഗാ ഗാക്കർ ബരഹി നിർജരി. നിർജരി എന്ന് പറഞ്ഞാലും നദിയാണ്. എങ്ങനെയാണ് നദി ഒഴുകിപ്പോകുന്നത്? പാട്ട് പാടിക്കൊണ്ടാണ് ഒഴുകിപ്പോകുന്നത്. പാടൽ മൂഗ് ഗഡ തടുപ്പർ ഹേ ഗീത് അഗീത് കോൺ സുന്ദർ ഹേ. അപ്പോൾ മൂകമായി പാടിക്കൊണ്ടിരിക്കുന്ന ഈ തടുത്ത റോസാപ്പൂ, നദിയുടെ തീരത്ത് നിൽക്കുന്ന ഈ റോസാപ്പൂവാണോ, റോസാപ്പൂവിൻ്റെ പാട്ടാണോ അല്ലെങ്കിൽ ഈ നദിയുടെ പാട്ടാണോ ഭംഗിയുള്ളതെന്നാണ് ലേഖകനോട്, കവിയോട് ചോദിക്കുന്നത്. ഇനി നമുക്ക് വാക്യം നോക്കാം. കവി ബഹത്തെ ഹുയെ നദി ക വർണ്ണൻ കർത്തേ ഹുയെ കഹത്തെ ഹേക്കി. നദി എന്താണ്? കവി പറയുന്നത് എന്താണ്? ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയെ വർണ്ണിച്ചുകൊണ്ട് കവി പറയുകയാണ്, നദി കിസിക്ക് ബിജടനയ്ക്ക് ദുഃഖമേ ഗീത് ഗാത്തേഹം. നദി എങ്ങനെയാണ്? ബിജടന എന്ന് പറഞ്ഞാൽ എന്താണ്? വിട്ടുപോവുക, നഷ്ടപ്പെടുക എന്നർത്ഥം. അപ്പോൾ ആരെയോ നഷ്ടപ്പെട്ടു പോയ ദുഃഖത്താൽ ഗീത് ഗാത്തേഹുയെ, പാട്ട് പാടിക്കൊണ്ട് വെടി തേസീസെ ബഹരഹിയെ, വളരെ സ്പീഡിൽ ഒഴുകിപ്പോകുന്നു. അപ്പോൾ അപ്പന ദുഃഖ കം കർണേക്കില്ലേ, തൻ്റെ ദുഃഖം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കിനാരോംസി കുച്ച് കത്തി ഹുയെ ബഹത്തി ജാരഹി, ആ തീരത്ത് നിൽക്കുന്ന എന്തിനോ ചെടികളുണ്ട്, മരങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ഇതിനോടൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് ഒഴുകിപ്പോകുന്നത്. കിനോരംകെ പാസ് മേഹി ഏക് ഗുലാബ് ചുപ്ചാവ് യ സബ് ദേക്ക് കർ. അപ്പോൾ തീരത്ത് നിൽക്കുന്ന, ആ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു റോസാപ്പൂ ചുപ്ചാപ്പ്, ഒന്നും മിണ്ടാതെ, യവ് സബ് ദേക്ക് കർ, ഇതെല്ലാം കണ്ടുകൊണ്ട് അവർ അപ്പനെ മന്മേ സോച്ച് രഹാ ഹേക്കി, തൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. യദി ഭഗവാനെ മുജേ ബി, ഈശ്വരൻ എനിക്കും ബോൽനേക്ക് ശക്തി ദീ ഹോത്തിത്തോ, എനിക്ക് സംസാരിക്കാനുള്ള ശക്തി തന്നിരുന്നെങ്കിൽ വബി ദുനിയാക്കോ അപ്പനെ സപ്പനോക്കെ ഗീത് സുനാത്ത, അതും തൻ്റെ മനസ്സിലുള്ള ആ
സ്വപ്നങ്ങൾ ഒരു പാട്ടായിട്ട് ലോകത്തെ കേൾപ്പിച്ചേനെ എന്നാണ് പറയുന്നത്. കവി കാത്താ ഹേ കി ജർണ ബി ബഹ്കർ ഗീത് ഗാ രഹാ ഹേ. ജർണ എന്ന് പറഞ്ഞാൽ നദി തന്നെ. നദി എങ്ങനെയാണ്? ബഹ്കർ ഗീത് ഗാ രഹാ ഹേ, ഒഴുകിപ്പോയിക്കൊണ്ട് ഒഴുകിപ്പോകുന്നത് എങ്ങനെയാണ്? പാട്ട് പാടിക്കൊണ്ടാണ്. അതായത് എന്താ അങ്ങനെ പറയുന്നത്? നദി ഒഴുകുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതിനെയാണ് ഇവിടെ പാട്ടായിട്ട് ലേഖകൻ ചിത്രീകരിച്ചിരിക്കുന്നത്. और गुलाब किनारे पर चुपचाप गड़ा है. റോസാപ്പൂ ആ തീരത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതെ നിൽക്കുകയാണ്. കവി സോച്ച് രഹാ ഹൈ കി മേരെ ദ്വാര ഗായ ഗീത് സുന്ദർ ഹേ യാ പ്രകൃതി ദ്വാര നാ ഗാ സക്നെ വാല ഗീത് സുന്ദർ ഹേ. കവിയുടെ പറയണാണ്, ഞാൻ എൻ്റെ ശബ്ദത്തിൽ പാടിയ പാട്ടാണോ അല്ലെങ്കിൽ പ്രകൃതി മിണ്ടാതെ പാടിയ പാട്ടാണോ, പുറത്ത് വരാത്ത രീതിയിൽ, ശബ്ദമില്ലാത്ത രീതിയിൽ പാടിയ പാട്ടാണോ ഏറ്റവും സുന്ദരം എന്നാണ് കവിയോടെ ചോദിക്കുന്നത്. ഇനി എന്താണ് സെക്കൻഡ്? बैठा शुगुस गेनी डाल पर जो गेतों पर छाया देती, पंख फुला नीचे गेतों में शुगी बैठ अंडे है सेती. गाता शुग जब किरण बसंती चूती अंग पर्ण से चनकर, किंतु शुगी के गीत उमड़ कर रह जाते स्नेह में सनकर. गूंज रहा शुग का स्वर वन में फूला मग्न शुगी का पर है गीत अगीत कौन सुंदर है. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ശുഗ് എന്ന് പറഞ്ഞാൽ ആൺതത്തയും ശുഗി എന്ന് പറഞ്ഞാൽ അമ്മ തത്തയാണ് പറയുന്നത്. അപ്പോൾ ഗനി ഡാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയൊരു വൃക്ഷത്തിൻ്റെ ബ്രാഞ്ചിൽ നിന്നും വയലിൽ ഗേത്തോം പർ ചായ ദേത്തി, വയലിന് മൊത്തം ഷെയ്ഡ് കൊടുക്കുന്ന ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചില്ലയിൽ നിന്നും ചിറകുകൾ വിടർത്തിക്കൊണ്ട് ആര് നിൽക്കുന്നു? ശുഗു നിൽക്കുന്നു. അപ്പോൾ ശുഗി എന്താ ചെയ്യുന്നത്? ശുഗി ബൈട്ട് അണ്ടയെ സെത്തി. ശുഗി ആ അമ്മ തത്ത ആ മരത്തിൻ്റെ ഒരു കൊമ്പിൽ കൂടുണ്ടാക്കിയിട്ട് അവിടെ മുട്ടയിട്ടിട്ട് മുട്ട വിരിയിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഗാത്ത ശുഗ് ജബ് കിരൺ വസന്തി. അപ്പോൾ ശുഗ് എന്ത് ചെയ്യുന്നു? സൂര്യരശ്മികൾ രാവിലെ ആ സൂര്യൻ്റെ കിരണങ്ങൾ വരുന്ന സമയത്ത് പാട്ട് പാടുകയാണ്. ചൂത്തി അങ്ക് പർണസെ ചൻകർ, തൻ്റെ ചിറകുകൾ വിടർത്തിയിട്ട് ശുഗി എന്ത് ചെയ്യുന്നു? ഗീതെല്ലാം ഈ പാട്ടെല്ലാം കേട്ടുകൊണ്ട് ആ സ്നേഹത്തിൽ മതിമറന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിക്കാനായിട്ട് ആ കൂടിൽ ഇരിക്കുകയാണ്. ഗൂഞ്ജരഹ ശുഗുക്ക സ്വർ വൻമേ. ഗൂഞ്ജന എന്ന് പറഞ്ഞാൽ പ്രതിധ്വനിക്കുക. അപ്പോൾ ഈ ശുഗിയുടെ പാട്ട് മുഴുവനും വനത്തിൽ വളരെയധികം പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുന്നു. ഫൂല മഗ്ന ശുഗിക്ക പർഹെ. അപ്പോൾ ഇതിൽ മഗ്നനായി, അതായത് വളരെയധികം മുഴുകി ഈ പാട്ട് കേട്ടുകൊണ്ട് അതിൽ ലയിച്ചുകൊണ്ട് ശുഗി എന്ത് ചെയ്യുന്നു? തൻ്റെ മുട്ടകൾ വിരിയാനായിട്ട് അവിടെ കാത്തിരിക്കുകയാണ്. ഗീത് അഗീത് കോൺ സുന്ദരക. അപ്പോൾ ലേഖൻ ചോദിക്കുകയാണ്, ഇതിൽ ഏത് പാട്ടാണ് സുന്ദരമെന്ന്. എന്താണ് ഭാവാർത്ഥ? പ്രസ്തുത് പങ്ക്തിയോമേ കവിയൊക്കെ പേടമേ ബൈട്ടെ തോത്ത ഓർ മൈനാക്കെ ബാരേമേ വർണ്ണൻ കിയാ ഹെ. ഈ വരികളിൽ വൃക്ഷത്തിൽ ഇരുന്നു കൊണ്ട് പാട്ട് പാടുന്ന ഒരു തോത്ത കുറിച്ചും ആണ് വർണ്ണിച്ചിരിക്കുന്നത്. ഗേത്ത് മേഘനെ വൃക്ഷിക്ക് ഡാൽമേ മൈന ബൈഡ്കർ ഗീത് സുനാത്താ ഹെ. വയലിൽ ആ വലിയ വൃക്ഷത്തിൻ്റെ ആ ശാഖയിലിരുന്നു കൊണ്ട് ഈ തോത്ത അല്ലെങ്കിൽ മൈന ഇരുന്ന് പാട്ട് പാടുകയാണ്. ഉസി പേടിക്ക് ചൗമേക്ക് ഗോസ്ലേമേ മൈന പങ്ക് ഫൈലായെ ബൈഡ്കർ അണ്ടേ സേ രഹി ഹെ. ആ വൃക്ഷത്തിൻ്റെ ഛായയിൽ അല്ലെങ്കിൽ ഒരു ശിഖരത്തിൽ ഒരു ഗോസല, ഒരു നെസ്റ്റ്, ഒരു കൂട് കെട്ടിക്കൊണ്ട് മൈന തൻ്റെ ചിറകുകളെ വിടർത്തി മുട്ട വിരിയിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ജഹാൻ തോത്ത ബൈട്ട ഹുവാ ഹെ വഹാം പേടോം കി പത്തോം സെ ചൻകർ സൂര്യ കി കിരൺ പട് രഹി ഹെ. അപ്പോൾ എവിടെയാണോ ഈ തോത്ത ഇരിക്കുന്നത്, ആൺതത്ത ഇരിക്കുന്നത്, അപ്പോൾ ആ വൃക്ഷത്തിൻ്റെ ചെറിയ ചെറിയ ഇലകൾക്കിടയിലൂടെ സൂര്യരശ്മികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ മനോഹാരിതയാണ്, പ്രകൃതിയുടെ മനോഹാരിതയെക്കുറിച്ചാണ് ലേഖനോടെ പറയുന്നത്. പൂരാ വൻ തോത്തേക്ക് ഗീത് സെ ഗൂഞ്ചുടുത്താ ഹെ. അപ്പോൾ മുഴുവൻ വനത്തിലും ഈ ആൺപക്ഷിയുടെ തത്തയുടെ പാട്ടിങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഗീത് സുൻകർ മൈനാബി ഉമട്പടുത്തി. അപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ മൈന വളരെയധികം ആകർഷികയാകുകയാണ്. അപ്പോൾ മഗ്നു ഹോക്കർ ഖുഷി അണ്ടേ സേരഹി. വളരെ സന്തോഷത്തോടെ അതിൽ മുഴുകിയിരുന്നു കൊണ്ട് അവൾ മുട്ട വിരിയിക്കാനായിട്ട് ഇരിക്കുകയാണ്. തോത്തേക്ക ഗീത ഓർ മൈനേക്ക ആ ഗീത് ദോനോ ഹി ബഹുത് പ്യാരേ ഹെ. അപ്പോൾ ലേഖകൻ പറയുന്നത് ഇവർ രണ്ടുപേരുടെയും പാട്ട് വളരെയധികം സുന്ദരമാണ് കേൾക്കാനെന്നാണ് ലേഖകനോടെ പറയുന്നത്. മൂന്നാമത്തെ എന്താണ്? ദോ പ്രേമി ഹെ യഹാം ഏക്ക് ജബ് ബഡേ സാഞ്ച് അൽഹാ ഗാത്താ ഹെ പഹലാ സുർ ഉസ്കി രാധാ കോ घर से यहाँ कींज लाता है चोरी चोरी गड़ी नीम की छाया में चिपका सुनती है हुई ना क्यों मैं कड़ी गीत की
विदिना यो मन में सुनती है गुनती है वह गाता पर किसी वेग से फूल रहा इसका अंदर है गीत अगीत कौन सुंदर है. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? प्रस्तुत पंक्तियों में कवि दो प्रेमियों के बारे में वर्णन किया है. ഈ വരികളിൽ രണ്ട് ലവേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദോ പ്രേമിയോം സി ഏക് പ്രേമി സന്ധ്യാസമയം. ഒരു ലവർ എന്താണ് സന്ധ്യാസമയത്ത് അപ്പനെ പ്രേമികാക്കോ തൻ്റെ ലവറിനെ ബുലാനെ കേലെ ഗീത് ഗാത്താ ഹെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. पहले स्वर में ही प्रेमिका पास आकर चुपचाप पेड़ के पीछे गड़ा होकर गीत सुनती है. അപ്പോൾ ആദ്യത്തെ പാട്ടിൽ ലൈനിൽ തന്നെ പ്രേമിക എന്ത് ചെയ്യുന്നു? ഇതെല്ലാം പാട്ട് കേട്ടിട്ട് പ്രേമിക വീടിൽ നിന്നും പുറത്ത് വന്നുകൊണ്ട് ചുപ്ചാപ്പ് മിണ്ടാതെ പേടിക്ക് പീച്ചെ വൃക്ഷത്തിൻ്റെ ഒരു നീംകെ പേടെന്നാണ് പറയുന്നത്. ഒരു ആര്യവേപ്പിൻ്റെ മരത്തിൻ്റെ ചൂട്ടിൽ മറയിൽ വന്നിരുന്ന് ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആശാ കർത്തി ഹേ കി ഇസ് ഗീത് കാ കടി ബൻ ജായേ और गीत का आनंद लेती है. അപ്പോൾ മനസ്സിൽ ഈ സെക്കൻഡ് ലവർ വിചാരിക്കുകയാണ് ഈ പ്രേമിക പാടുന്ന ആ പാട്ടിൻ്റെ ലൈൻസ് ആ വരികൾ ഞാൻ കടി എന്ന് പറഞ്ഞാൽ ആ ലൈൻസ് ഞാൻ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. एक और प्रेमी गीत सुनाता है तो दूसरी ओर प्रेमिका अंदर ही अंदर उस गीत का आनंद लेकर प्रेम का इंतजार कर रही है. ഒരേ സമയം തന്നെ പ്രേമിക ഫസ്റ്റ് ലവർ പാട്ട് പാടുന്നു, സെക്കൻഡ് ലവർ എന്ത് ചെയ്യുന്നു? ആ പാട്ട് ആസ്വദിച്ചുകൊണ്ട് ആ പാട്ടിൻ്റെ ലൈൻസ് ഞാനായിക്കൂടെ എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പ്രേമത്തിനായിട്ട് കാത്തിരിക്കുന്നു. ഇതിലെ കവി കാ कहना है कि जितना मधुर प्रेमिका गीत है उतना ही मधुर प्रेमिका का गीत है. കവി പറയുന്നത് എന്താണ്? എത്രത്തോളം മധുരമാണ് ഫസ്റ്റ് ലവറിൻ്റെ പാട്ട്, അത് ഒച്ചത്തിൽ പാടുന്നത്, ഇതെല്ലാം മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് ലവറിൻ്റെ അഗീത് ശബ്ദമില്ലാത്ത ആ പാട്ടും രണ്ടും എന്താണ് വളരെയധികം സുന്ദരമാണെന്നാണ് ലേഖകനൂടെ പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രകൃതി ഭംഗിയെക്കുറിച്ചും പ്രകൃതിയിൽ ഉള്ള ജീവജാലങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹത്തെക്കുറിച്ചുമൊക്കെ വളരെ ഭംഗിയായ രീതിയിലാണ് ലേഖകനൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.